ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കണ്ട ഹാമ്പർ പ്രിപ്പറേഷൻ്റെ ബാക്കി കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ എല്ലാത്തിൻ്റെയും പൊസിഷനെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച സാധനമെല്ലാം ഇന്ന് സ്റ്റിക്കാക്കുന്നത്. പിന്നെ നട്ട്സ് എല്ലാം അതിലേക്ക് വെച്ച് കൊടുത്ത് അതെല്ലാം ഇനി നമ്മൾ കൊടുക്കുന്നതായിട്ട് വരുന്ന മുമ്പാക്കുന്നത്, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ നൽകുമല്ലോ. അങ്ങനെ നമ്മൾ എന്താക്കി അതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നതുണ്ട്. ഫസ്റ്റ് ഓരോന്നേ ആക്കിയിട്ട് വരുന്നേ ഉള്ളത്. ഫസ്റ്റ് മാലേൻ്റെത്, പിന്നെ ചോക്ലേറ്റിൻ്റെ, പിന്നെ നട്ട്സിൻ്റെ എല്ലാം ആക്കിയിട്ട് വരുന്നതുണ്ട്. നമ്മൾ തീം എന്താക്കിയെന്നില്ലെങ്കിൽ ഒരു മെറൂൺ ഗോൾഡൻ അങ്ങനെ വെക്കാമെന്ന് വെച്ച്. ഈ ഒരു പാട്ടാണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. ആ മറ്റേ അതിൻ്റെ കവർ എടുക്കുമ്പോഴൊക്കെയുള്ള ഒരു ആശ്വാസം. അങ്ങനെ അതെല്ലാം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടായി. ഓരോന്നിലേക്ക് നമുക്ക് വേണ്ട പോലത്തെ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചത്. ഫസ്റ്റ് ഞാൻ ചെരുപ്പ് ബാറയിൽ വെച്ചിട്ടുണ്ടായി. പിന്നെ അത് ഒരു പാങ്ങ് കാണുന്നില്ല എന്നിട്ട് ഇങ്ങനത്തെ ഒരു റൗണ്ട് കളർ ബോക്സിൽ വെച്ച്, പിന്നെ മാല വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സാണ് റെഡിയാക്കിയിട്ടുള്ളത്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് വരുന്നത്. പിന്നെ എല്ലാം ലാസ്റ്റ് ക്രോസ് ചെക്ക് ആക്കുമ്പോൾക്ക് എല്ലാത്തിൻ്റെ സൈഡിലേക്ക് ഗമ്മെല്ലാം ഒട്ടിച്ച് കൊടുത്ത്, ഇതെന്തായാലും നമുക്ക് ഡെലിവറി ആക്കാൻ ഉള്ളതല്ലേ, അങ്ങനെ ഗമ്മെല്ലാം ഒട്ടിച്ച് കൊടുത്ത് മോസ്റ്റ് പണിയുള്ള പണിയാണ് അത്. ഈ നല്ല ഇത് സ്റ്റിക്കാണ് ഗമ്മ്. അപ്പോൾ നിലത്തേക്ക് എല്ലാം ഒട്ടുന്നു, നമ്മൾ പേപ്പേഴ്സ് എല്ലാം അതിൽ ഒട്ടിയിട്ടുണ്ടാകുന്നു. അങ്ങനെ അതെല്ലാം വിടുക, അത് നമുക്ക് ലാസ്റ്റ് ആക്കാമല്ലോ. അങ്ങനെ എല്ലാ ഹാമ്പേഴ്സ് എല്ലാം ഏകദേശം ആക്കിയിട്ടെല്ലാം റെഡിയാകുന്നുണ്ട്. എല്ലാം ആയതെല്ലാം സൈഡ് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു മെയിൻ പരിപാടി ഉണ്ട്, അതാണ് ട്രോളിയിലേക്ക് വെക്കാനുള്ള ഫ്ലവർ. അങ്ങനെ ഫ്ലവറും റെഡിയാക്കി ട്രോളിയിലേക്ക് സ്റ്റിക്കാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇത്. ഇതെല്ലാം ആക്കുന്നതിനും കാട്ടി പണിയുള്ളത് ഇങ്ങനെ നല്ലതാ അങ്ങനെ നല്ലതാന്ന് വെച്ചിട്ട് നമുക്ക് ഒരു മനസ്സിലേക്കൊരു സാറ്റിസ്ഫൈ ആണ്ടേ. ഒരു ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ കാണുമ്പോൾ അത് വെക്കുന്നതാണ് പണി. എങ്ങനെ വെച്ചെങ്കാണ് നമുക്ക് ചേല് കാണുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് കുറേ സമയം അതിനെ നിരീക്ഷിച്ച് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടച്ചപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലേക്കും ഫ്ലവറിൻ്റെ സെയിം കളറുള്ള ചെറിയ ചെറിയ ബോവും നമ്മൾ കട്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് തീർന്നില്ല, എങ്ങനെ നല്ലുണ്ട്, അതിലേക്ക് വെക്കണ വേണ്ടേ. പിന്നെ അടുത്തുള്ളതാണ് ഇത്. ഇതിലെന്നായിട്ടുള്ള ഈ ഒരു പാക്കറ്റിൽ എന്നായിട്ടുള്ള ഒരു ബോ വരുന്നുണ്ടായി. അതൊരു കാണാനൊരു രസമില്ല, നമ്മൾ എസ്തറ്റിക്കിലേക്ക് മാച്ച് ആകുന്നില്ല. അങ്ങനെ അതും അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതേ കളറിലുള്ള സെയിം കളറിലുള്ള ബോവും അതിലേക്ക് കെട്ടി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇതോറ് വാങ്ങാൻ വരുമ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഹാമ്പറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് റെഡിയായി. അതിൻ്റെ പണിയെല്ലാം ഒരു ഒതുക്കിയിട്ടായിട്ട് അടുത്ത പണിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടായി. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻ്റെല്ലാം എടുക്കാൻ വന്നിട്ടുണ്ടായി. അങ്ങനെ പ്രിൻ്റെല്ലാം എടുത്ത് പൊരുക്കെല്ലെത്തി. എന്നിട്ട് ഇനി കുറച്ച് പണിയുണ്ട്. സേവ് ദ ഡേറ്റിന് സെറ്റപ്പ് എല്ലാം ആക്കണ്ടേ, റെഡിയാക്കണ്ടേ. ഇതെല്ലാം കട്ടാക്കിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം സെറ്റാക്കുന്നതുണ്ട്. നമ്മളെ സിറ്റൗട്ടിലാണ് ഞാൻ വീഡിയോ എടുത്തത്. സിറ്റൗട്ടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഫുള്ള് സാധനമെല്ലാം സെറ്റാക്കുമ്പോൾ ഇവിടെ സൈഡെല്ലാം എന്തായാലും കച്ചറാവുമല്ലോ നല്ലൊരു വീഡിയോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഫസ്റ്റ് തന്നെ ഒരു ബൊക്കയും റെഡിയാക്കി വീഡിയോക്ക്. പിന്നെ എല്ലാം കട്ടാക്കിയിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ടായി. ഇനി അതിനെ എടുത്തിട്ട് വെക്കാൻ പിന്നൊരു പണി. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വെച്ച് ഓരോന്നായിട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് വീഡിയോ എല്ലാം റെഡിയാക്കിയിട്ടായി. ഇനി നേരെ പോകുന്നതാണ്. ഇതിൻ്റെ വിശേഷങ്ങളുമായി നാളെ വരാം. ബൈ.